ഞാനും കോഴിക്കോടുകാരൻ തന്നെ പേരാമ്പ്ര. അപ്പോൾ ഇത് ഒ വിജയൻ ജനിച്ച സ്ഥലമോ മരിച്ച സ്ഥലമോ അദ്ദേഹത്തിൻ്റെ ഭൗതിക സ്വത്തോ ഒന്നുമല്ല, ആദ്യമേ പറയാം. അതായത് ഈ സാധാരണ ഒരു സ്മാരകം വരുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്തായിരിക്കില്ല. ഇത് പഴയൊരു കളപ്പുരയായിരുന്നു. കളപ്പുര മീൻസ് പഴയ നെല്ല് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയോട് ചേർന്ന ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ 1955 അദ്ദേഹത്തിൻ്റെ സഹോദരി ഒ വി ശാന്തയ്ക്ക് ജോലി കിട്ടി വരികയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള യാത്രാ സൗകര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നാട്ടുകാരെല്ലാവരും ഇടപെട്ടിട്ട് അവർക്ക് ഈ കളപ്പുരയുടെ ഈ ചായപ്പിൽ താമസം ഒരുക്കി കൊടുക്കുന്നു. ഈ സമയത്ത് ഒ വിജയൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിരുന്നു. ഇംഗ്ലീഷിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. 56 അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടേക്ക് വരുന്നു. സഹോദരിയോടൊപ്പം വളരെ കുറച്ച് ദിവസം, 23 ദിവസമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ വരുന്നേരോ ഇവിടെ നിന്ന് പോകുന്നേരോ ഒരു പ്രശസ്തനുമല്ല. ആകെ 26 വയസ്സാണ് അന്നത്തെ പ്രായം. വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് മാഗസീനിൽ എഴുതിയ കഥയല്ലാതെ മറ്റൊന്നും അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകണേ, നിങ്ങൾക്ക് കാണാനും കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അദ്ദേഹം ഈ കളപ്പുരയുടെ ഒരു ചിത്രം വരച്ചിട്ട് പോവുകയാണ്. പോകുന്നത് നേരെ ഡൽഹിക്കാണ്. ഡൽഹിയിൽ അദ്ദേഹം ശങ്കേഴ്സ് വീക്കിലിയിലെ കാർട്ടൂണിസ്റ്റായിട്ട് ജോയിൻ ചെയ്യും. പിന്നെ ഇന്ത്യയിൽ മുഴുവൻ അദ്ദേഹം അറിയപ്പെടുന്നത് കറണ്ട് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന കാർട്ടൂണിസ്റ്റ് കം കോളമിസ്റ്റ് എന്നുള്ള നിലയിലാണ്. ഈ സമയം അദ്ദേഹം ഒരു എഴുത്തിൻ്റെ പണിപ്പുരയിലും കൂടെയായിരുന്നു. അത് ലോകത്തിന് അന്നേരമൊന്നും അറിയില്ല. ഇവിടുന്ന് പോയി ഒരു 12 വർഷം കഴിഞ്ഞ് എഴുതി പൂർത്തീകരിച്ച നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഈ നോവൽ മലയാള നോവൽ സാഹിത്യത്തെ രണ്ടായി തിരിക്കുന്ന രീതിയിൽ വരെ എത്തി. ഇന്നും മലയാള നോവൽ സാഹിത്യം അറിയപ്പെടുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് മുൻപും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷവും എന്നാണ്. അപ്പോൾ ഈ നോവൽ ഇത്രത്തോളം പീക്കിലെത്തിയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പിന്നീട് ഈ 80കളോടടുത്ത് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതുന്ന സമയത്താണ് അദ്ദേഹം ഖസാക്കിൻ്റെ ഭൂമിക റിവീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് പറയുന്നത്, പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ ഈ കളപ്പുരയാണ് നോവലിലെ നായക കഥാപാത്രമായ രവി ഏകാധ്യാപകനായി വരുന്ന ഞാറ്റുപുരയായി താൻ സങ്കല്പിച്ചിട്ടുള്ളത് എന്ന് പറയും. പിന്നീട് പറയുന്ന വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തികച്ചും ഭാവനാസമ്പുഷ്ടമായ ഭ്രമാത്മക നോവലാണിത് എന്നാണ് അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം അറിയപ്പെടുകയും ഇതെല്ലാം ചെയ്യുന്നത്. അതായത് അദ്ദേഹം ഇവിടെ നിന്ന് വരച്ചു കൊണ്ടുപോയ ഈ കളപ്പുരയുടെ ചിത്രമാണ് ഖസാക്കിൻ്റെ വിത്ത്. അപ്പോൾ ഇതിനെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി ഇതിന് ചുറ്റും ആ നോവലിനെ വളർത്തുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതായത് വായിച്ചിട്ടുള്ളവർക്കറിയായിരിക്കും, ചീത്തല്ലി മല ഇവിടെ നോക്കിയ രവിക്ക് കാണാം എന്നെല്ലാം പറയുന്നുണ്ട്. ചേത്തലി അങ്ങ് കുഴമന്നം ഭാഗത്താണ്. കരിമനകളാൽ ചുറ്റപ്പെട്ട ഇവിടെ നിന്ന് അക്കാലത്ത് നോക്കിയാൽ ചേത്തലി കാണാൻ കഴിയും. കാണുകയാണെങ്കിൽ അതെല്ലാം വെട്ടിപ്പോയ ഇക്കാലത്താണ്. ഇപ്പോഴും അത് സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഈ നോവൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൂമൻ കാവിൽ. നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുള്ള ഒരു ആർച്ചുള്ള പോർഷൻ കണ്ടിട്ടുണ്ടാവും. അത് കനാൽ പാലം എന്നാണ് വരും കനാൽ പാലം എന്നാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ കൂമൻ കാട് എന്ന് പറയുന്നൊരു സ്ഥലം പാലക്കാട് ജില്ലയിലെ തന്നെ വണ്ടിത്താവളത്തിനടുത്ത് ഉണ്ട്. കൂമൻ കാട്. ആ പേരിഷ്ടപ്പെട്ടിട്ട് അതിന് ചെറിയ രൂപമാറ്റം വരുത്തി കൂമൻ കാവാക്കിക്കൊണ്ട് അതിനിവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി ഇതിന് ചുറ്റുമാണ് അവരുടെ വളർത്തുന്നത്. ഇത്തരത്തിലെല്ലാമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലമാണ്. അതൊരു നമുക്കെല്ലാം മനസ്സിലാവുന്നതും പിന്നീട് ആൾക്കാരെല്ലാം വരികയും. 2005 മാർച്ച് 30 അദ്ദേഹം മരിക്കുന്നു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എവിടെ ഒരു സ്മാരകം ലക്ഷ്യത്തിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന MAV സാറിന് അദ്ദേഹത്തിനൊരു സ്മാരകം അനിവാര്യമാണെന്ന് ഒരു നിഷ്കർഷയുണ്ടായി. അപ്പം അങ്ങനെ അന്നത്തെ കലക്ടറായിട്ടുള്ള പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന KV മോഹൻകുമാർ സാറിനെയും ഇന്നത്തെ ഈ സ്മാരക സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ TR അജയൻ സാറിനെ അതിന് ചുമതലപ്പെടുത്തുന്നുണ്ട്. എവിടെ സ്മാരകം? അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട് അദ്ദേഹം ജനിച്ചതും പാലക്കാട് ജില്ലയിലെ വിളയം ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ വീട് മങ്കരയാണ്. ഇവിടെ ജനിച്ചു എന്നും അച്ഛൻ്റെ വീട് മങ്കര എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും അദ്ദേഹത്തിന് അധികം ഇതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മലബാർ പോലീസിലെ സുബേദാർ മേജറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിച്ചതും വളർന്നതും കോട്ടയ്ക്കലിലെ MSP ക്യാമ്പിനകത്തും കോട്ടയ്ക്കൽ രാജാസ് സ്കൂളിലും അങ്ങനെയെല്ലാം ആയിരുന്നു, അരീക്കോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊന്നും അദ്ദേഹത്തിനൊരു സ്മാരകം എന്നതുകൊണ്ട് അർത്ഥമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിഹാസത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സ്ഥലമായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് കണ്ടെത്തിക്കൊണ്ട്
ഈ സ്ഥലം ഏറ്റെടുക്കുകയും ഇതിനെ സ്മാരകമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. ഘട്ടം ഘട്ടമായി ഇവിടെ ഓരോ പടിപടിയായിട്ട് ഓരോന്ന് ഇതിൻ്റെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ സ്മാരകം ഇവിടെ വന്നത്. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അടുത്ത ഞാനിവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്ന് പറഞ്ഞുതരാം. ഇത് ഓടിച്ചിട്ട് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഇവിടെ ഈ ഞാറ്റുപുര ഇതിനെ തന്നെയാണ് പ്രധാനമായി കാണാനുള്ളത്. ഇവിടെ പക്ഷെ കുറച്ച് ഫോട്ടോസും കുറച്ച് കാർട്ടൂൺസുമാണ്. കാരണം സ്പേസിൻ്റെ ഒരു പരിമിതി. നടുക്കുള്ള റൂം അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി കാണിക്കുന്നത് 15 പേരൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അതിലായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തെ കെട്ടിടത്തിലാണ് കുറച്ച് കൂടുതൽ പേര് കാണിക്കുന്നത്. ഇവിടെ കയറുന്നവർ ഇറങ്ങുന്നവർ നിങ്ങൾ തലമുട്ടാതൊന്നും അത്രയും ചെറിയ വാതിൽ. മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട്. രഞ്ജിത് ശിവറാം എന്ന് പറയുന്ന ശില്പി ചെയ്തിട്ടുള്ള പ്രതിമയാണ്. അതോടൊപ്പം ഇവിടെ ചുറ്റും ധാരാളം ശില്പങ്ങളുണ്ട്. ഖസാക്കിനൊരു